ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദൂട്ടം പുറത്തുപോയി നമ്മുടെ സായി കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. വൈകുന്നേരം വരെ കരച്ചിലാന്നാ പറയുന്നത് കേൾക്കുന്നത്. ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഒന്നും വേണ്ട പോലും. ഭയങ്കര കരച്ചിലാണ്. ശരിക്കും പറഞ്ഞ ഓള് വരെ ട്രോളുന്നുണ്ട്, ഭാര്യ വരെ, സ്വന്തം ഭാര്യയില്ലേ നമ്മളെ ഈ സായിൻ്റെ ഭാര്യ വരെ ട്രോളുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എമ്മാതിരി തേഞ്ഞൊട്ടലാന്ന് ഈ മനുഷ്യൻ ഒട്ടിയിരിക്കുന്നത്, എന്മാതിരി തേഞ്ഞൊട്ടലാന്ന്. ഈ മനുഷ്യൻ ഇത്ര നാളും എന്താ ഇയാൾ ചെയ്തിരിക്കുന്നത്? ഇത്ര നാളും ഈ കാറിൻ്റെ ഉള്ളിൽ കുത്തിയിരുന്ന ആളെ പറ്റിച്ച ഒരു മനുഷ്യൻ ഇപ്പോഴും ബിഗ് ബോസ് കയറിയിട്ട് പ്രേക്ഷകരെയും പറ്റിക്കുന്നത് അത്രമാത്രം. അതായത് എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ള ഒരു കാര്യമാണ്, എൻ്റെ പൊന്നു ബിഗ് ബോസേ, ഈ തീപ്പൊരി സിജോനും അതുപോലെ തന്നെ അഭിഷേകിനും പിന്നെന്ന് പറഞ്ഞാൽ സായി കൃഷ്ണൻ, ഈ മൂന്നെണ്ണത്തിന് ആ 10 ലക്ഷം എടുക്കാനുള്ള ഒരു ഇതുണ്ടാക്കി കൊടുക്കരുത്. കാരണം ഇവന്മാരുടെ അടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇനി ഏതായാലും കപ്പ് കിട്ടൂല എന്ന് ഇവന്മാർക്ക് മനസ്സിലായി. ഇനി 10 ലക്ഷം കൊണ്ടുപോയിട്ട് ഈ കപ്പ് വാങ്ങിച്ച് വരുന്നവനെ കാട്ടിയും കൂടുതൽ ഫേമസ് ആകേണ്ട ഒരു പരിപാടിയാണ്. അതായത് യൂട്യൂബ് വീഡിയോ ഇടേണ്ട പരിപാടിയാണ് ഈ നന്ദനക്കൊരു വീട് എന്നുള്ള ഒരു ഇതുകൊണ്ട് കൊടുത്തിട്ട്. ഈ നന്ദനക്കൊരു വീട് എന്നുള്ള ഒരു ഇതിൽ കളിച്ചിരിക്കുന്നത് സിജോ തന്നെയാണ്. കൂടുതൽ കളിച്ച സിജോ ആണ് ഇവിടെ നന്ദനക്കൊരു വീട് എന്ന് പറഞ്ഞിട്ട് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സിജോൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാം ഇവർ ഭയങ്കരമെന്ന് പറയല്ലോ, അതാന്ന് ഇവരെ വിചാരം. ഈ മണ്ണുണ്ണികൾക്കറിയില്ല ഇവന്മാരുടെ തേഞ്ഞൊട്ടിയിരിക്കുകയാണെന്ന്. ആലോചിച്ച് നോക്കണം, പ്രേക്ഷകരെ വഞ്ചിച്ച് ഇവർക്ക് മാപ്പില്ല. അത്രമാത്രം വഞ്ചനയാണ് പ്രേക്ഷകരോട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു ബിഗ് ബോസേ, ഈ 3 എണ്ണത്തിന് ഒരിക്കലും നമ്മൾ 10 ലക്ഷം കൊടുക്കരുത്. ഈ 3 എണ്ണത്തിന് കൊടുക്കരുത്. ഒന്നിക്കൽ ഇവന്മാരെ ഒഴിവാക്കണം, ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഗെയിം കൊണ്ടുവരണം. സായിനെ പ്രത്യേകിച്ച് വിടാൻ പാടില്ല. ഈ ഒരു പൈസ എടുക്കാൻ സായിനെ വിടരുത്. സായിനെ ഇവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പൈസ ഇവിടെ കൊണ്ടുവെക്കാതൂ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഈ ഗെയിം ഇവന്മാർ നശിപ്പിക്കും. ഈ മണി ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. ആ ടാസ്ക് ശരിക്കും നശിപ്പിക്കുമാർ. കഴിഞ്ഞ പ്രാവശ്യമെല്ലാം നിങ്ങൾ കണ്ടതല്ലേ, നാദിറ എത്ര നല്ല വൃത്തിക്കെടുത്തിയൊരു സംഭവം. അത് എത്ര നല്ല രസിപ്പിച്ചിട്ടാണ് അവരെടുത്തത്. അതുപോലെ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടുവരണം. അല്ലാതെ ഇവന്മാർ ഇപ്പോഴിടുന്ന ഗ്രൂപ്പ് യോഗം കൂടിയിട്ട് ഈ പൈസ എങ്ങനെയെങ്കിലും നമുക്ക് എടുത്തിട്ട് നന്ദൂട്ടന് കൊടുക്കണം. ഇവന്മാരാണ് നന്ദനെ നശിപ്പിച്ചത്. ഈ 2 എണ്ണം മാത്രമാണ് നന്ദനെ നശിപ്പിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. ആ പെൺകുട്ടി മര്യാദയ്ക്ക് ഒറ്റക്ക് വന്ന് കളിക്കാൻ നോക്കിയതാണ്. അതിനെ വിടാതെ അതിൻ്റെ പുറകെ നടന്നിട്ട് നിനക്കൊരു വീട് എന്ന് പറഞ്ഞിട്ട് അതിനാണെങ്കിൽ തീരെ ബുദ്ധിയില്ല. അതായത് അതിനൊരു 10 വീടെടുക്കേണ്ട പൈസ എടുത്ത് കിട്ടുമായിരുന്നു. ഇനിയിപ്പോൾ 1ാം സമ്മാനം കിട്ടിയില്ലെങ്കിൽ തന്നെ റണ്ണറപ്പായി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഉദ്ഘാടനവും മറ്റേതെല്ലാം കിട്ടി നല്ല പൈസ കിട്ടുമായിരുന്നു. പക്ഷെ അതിനൊന്നും നിൽക്കാതെ ഇപ്പം ജനങ്ങളുടെ മുഴുവൻ വെറുപ്പും വാങ്ങിച്ചിട്ടല്ലേ പോയത്. എല്ലാവരെയും വെറുത്തില്ലേ ഈ പെൺകുട്ടീനെ വെറുക്കാതെ ആരാ ഉള്ളത്? ഏതെങ്കിലും ഒരാൾ പോലും ഒരു നല്ല കമൻറ്റ് എഴുതിയിട്ടുണ്ടാ? ഒരാൾ പോലും നല്ല കമൻറ്റ് എഴുതിയിട്ടില്ല. അങ്ങനെ എല്ലാവരെക്കാട്ടി ഇപ്പോൾ 2-3 ദിവസം കൊണ്ടാണ് ഈ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടി ഇത്രമാത്രം വെറുത്തത്. ആ വെറുക്കാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതാരാ? നമ്മുടെ ഈ തീപ്പൊരി സിജോയും അതുപോലെ തന്നെ സീക്രട്ട് ഏജൻറ്റ് സായിയും പിന്നെന്ന് പറഞ്ഞാൽ അഭിഷേകും ചെറുങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ. അഭിഷേക് ആൾ ഭയങ്കരം തന്നെയാണ്, കുരുട്ടുബുദ്ധിക്കാരൻ തന്നെയാണ്. കാരണം ജിൻഡോനെ ആക്രമിക്കാൻ ഓന് പ്ലാൻ ഉണ്ടായിരുന്നു. ഓനും നന്ദനേനെയും കൊണ്ട് ജിൻഡോനെ ആക്രമിപ്പിക്കണം എന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. നന്ദനേനെ അവിടെ എന്തിനാണ് വെച്ചേക്കുന്നതെന്നല്ലേ? നന്ദനേനെ വെച്ചേക്കുന്നത് ജിൻഡോനെ ആക്രമിക്കണം. അങ്ങനെ ആക്രമിക്കുമ്പം ജിൻഡോ എങ്ങനെയായാലും പ്രതികരിക്കും. അങ്ങനെ ജിൻഡോനെ പുറത്താക്കണം. ഇതായിരുന്നു ഇവരുടെ പ്ലാന്. മനസ്സിലാക്കണം നിങ്ങൾ. ഭയങ്കര ഇവന്മാരുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മക്കളെ, ഭയങ്കരം തന്നെയാണ്. ശരിയില്ല, ഒരെണ്ണം പോലും ശരിയില്ല. അതായത് ജിൻഡോനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട. എന്നിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് ഈ അരിയണ്ണം പറയുക, അവൻ കപ്പടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കുളം വരെ ഞാൻ തോണ്ടിക്കളിയുന്നു. അരിയണ്ണന് ഒരു കാര്യമുണ്ട്, ആ അങ്കമാലിയിൽ നമ്മുടെ ജിൻഡോൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കുളമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കുളം തോണ്ടാൻ അതിന് പോയിട്ട് അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഏടി കുളമൊന്നും അതിന് തോണ്ടാനില്ല. ഇതിലും വലിയൊരു ഒരു തോൽവി ഉണ്ടോ അരിയണ്ണ? ഇനി ഈ ബിഗ് ബോസിൽ വന്നതിന് താങ്കളൊരു തോൽവിയാണ്. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ഡബിൾ തോൽവിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ജിൻഡോൻ്റെ എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലും വലിയൊരു തോൽവിയിലേക്കാണ് പോകാൻ പോകുന്നതെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ അത്രയും വലിയ തോൽവിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ. അങ്ങനെ തേഞ്ഞൊട്ടി നിൽക്കുന്ന നിങ്ങളെ ആര് ചവിട്ടാനാണ്? ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കുവാണെന്ന്. കാരണം ഇനി നിങ്ങളൊന്നും പറയാനില്ല. കാരണം നിങ്ങൾ ചത്ത് കിടക്കുന്നൊരു ശവം പോലെയായി. അങ്ങനെയാണ്. നിങ്ങൾ എന്തൊക്കെ ഡയലോഗായിരുന്നു ബിഗ് ബോസിൽ വരുമ്പോഴേക്ക്. ഞാൻ കരയില്ല,
ഞാൻ ആരുമായിട്ട് കമ്പനി ആവില്ല, അതുപോലെ തന്നെ ഒരാളും എൻ്റെ അടുക്കുന്ന ദയാദാക്ഷിണ്യം പ്രതീക്ഷിക്കണ്ട, എന്തൊക്കെ ആയിരുന്നു അവിടുന്ന് ഭയങ്കരമായിട്ട് വിട്ടത്. എന്നിട്ട് ഇവിടെ എത്തുമ്പോഴെന്താ കവാത്ത് മറന്നുപോയാ? ഇവിടെ എത്തുമ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കവാത്ത് മറന്നുപോയാ? എല്ലാ ആങ്ങളെയും പെങ്ങളുമായി വീട് വെച്ച് കൊടുക്കലായി, ഐഫോൺ മേടിച്ചു കൊടുക്കലായി, എന്തൊക്കെയാണ്. സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ചോടേ, അല്ലാതെ ബിഗ് ബോസിൻ്റെ പൈസേനെ കൊണ്ട് ഇനി അങ്ങനത്തെ നിങ്ങൾ ഒരു സ്വപ്നവും കാണണ്ട. ബിഗ് ബോസ് ഒരു കാരണവശാലും ഇത് കൊടുക്കരുത്. ബിഗ് ബോസ് കൊടുക്കാൻ പാടില്ല. ജനങ്ങളെല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യണം. കംപ്ലയിൻ്റ് അല്ല, കമൻറ്റ് ചെയ്താൽ മതി, അവർ കാണും. പിന്നെ പറയാനൊന്നും പറ്റില്ല കേട്ടാ. പക്ഷേ അരിയണ്ണൻ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ബിഗ് ബോസ് ലെവലിലേക്ക് കയ്യൊന്നുമില്ല. കാരണം വെച്ചാൽ ബിഗ് ബോസിനെ തന്നെ മടുത്തിരിക്കുന്നു ഇന്നലത്തെ കളി കൊണ്ട്. ബിഗ് ബോസിനെ തന്നെ ഏകദേശം എന്താ വെച്ചാൽ പ്രാന്തായി പോയി ഇന്നലെ ആ കളി. ഇങ്ങനെ കളിക്കുമ്പോൾ ബിഗ് ബോസ് എണീച്ച് പോയി എന്നാണ് പറയുന്നത്. ഇവന്മാർ എന്ത് കളിയാണോ ഇവന്മാർ കളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അമ്മാതിരി തോപ്പിക്കലല്ലേ തോപ്പിച്ച മനുഷ്യന്മാരാ. പിന്നെ ലാലേട്ടൻ്റെ കാര്യം, ലാലേട്ടൻ ഇന്ന് കാണിച്ചിരിക്കുന്നത് മഹാവൃത്തികേട് തന്നെയാണ്. കാരണം ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പ്രേക്ഷകർ ചോദിക്കാൻ പറഞ്ഞ ഇതാണോ? പ്രേക്ഷകർ ചോദിക്കാൻ പറഞ്ഞ ചോദ്യം എന്താണ്? ഒരു ചോദ്യകാരൻ ചോദിച്ചിന്, എന്നിട്ട് എന്താ ഇന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത്? പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ 3 പേരെയും ഒന്ന് നിർത്തി പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖല്ലേനോ. പക്ഷേ ഇതൊന്നും ചോദിക്കാതെ, അതേ ലാലേട്ടാ ഞങ്ങളെ കൊച്ചിനൊരു പോയിൻ്റ് ഉണ്ടാക്കാൻ കൊടുത്തിരുന്നു. കൊച്ച് അപ്പോഴും എൻ്റെ കൊച്ച്, ഈ കൊച്ചിന്ന് കേൾക്കുമ്പോൾ തന്നെ വെറുത്ത് പണ്ടാരാട് പാടുന്നു. എന്നിട്ട് കൊച്ച് നന്ദൂട്ടൻ, കൊച്ച്, ഓ എൻ്റെ നന്ദൂട്ടാ, എൻ്റെ കൊച്ചേ. നാണവുമാനോ ഉളുപ്പുമില്ലാതെ ടീമുകളായിരുന്നു. മനുഷ്യന്മാരെ വീർപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക്. ഇവനൊക്കെ എന്തിനാ വന്നിനിയെന്ന് എനിക്കറിയില്ല. എത്ര ആൾക്കാരെ ചാൻസാണ് ഇവനൊക്കെ കാരണം പോയത്. ഈ സിജോയും സായിയും ഒക്കെ കാരണം എത്ര ആൾക്കാരുടെ ചാൻസ് പോയി. ആലോചിച്ച് നോക്കണമായിരുന്നു. ഇത് ബിഗ് ബോസിന് എന്താ പറ്റിയ? ഇങ്ങനെയുള്ള വേർട്ടേഴ്സിന് എന്തിനാ ഇവിടെ പിടിച്ചു നിർത്തിക്കുന്നത്? ഇതിറ്റങ്ങൾ ഒന്ന് പറഞ്ഞു വിട്ടുവിടായിരുന്നു. അങ്ങനെ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമായി ഇത്. അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട ബിഗ് ബോസെ, ഒരു കാരണവശാലും ഇവന്മാർക്ക് ആ 10 ലക്ഷം കിട്ടാൻ പാടില്ല. അത് കിട്ടിക്കഴിഞ്ഞ് ഇവന്മാർ അതും എടുത്ത് ഓടും എന്നുള്ളതാണ്. അതാണ് ഇവന്മാരെ വിശ്വസിച്ചൂടാ. അതുകൊണ്ട് തന്നെ ഒരിക്കലും സായിൻ്റെ കയ്യിൽ അതെത്താൻ പാടില്ല. എല്ലാവരും മെസ്സേജ് അയക്കണം, ബിഗ് ബോസിന് മെസ്സേജ് അയക്കണം. ബിഗ് ബോസിനോട് പറയണം, ഒരാൾ പോലും അത് ആ ഒരു പൈസ എടുക്കാൻ പാടില്ല. ഇനി അത് പിന്നെ അർഹതപ്പെട്ട വേറെ ഒരുപാട് ആൾ ലീഡ് അതിൻ്റെ അകത്തുള്ളവരെടുത്തോട്ടെ. നോറയുണ്ട്, ഋഷിയുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരില്ലേ, അവരൊക്കെ എടുത്തോട്ടെ. അല്ലാതെ ഇത് ദാനം കൊടുക്കുന്ന പരിപാടി ഇനി വേണ്ട. കാരണം ദാനം കൊടുത്തിട്ടാണ് ഇതുപോലെ ആയത്. ഇന്ന് തിരികെ തേഞ്ഞൊട്ടിപ്പോയത് അതുകൊണ്ട് തന്നെയാണ്. ഈ അമ്മാവന്മാരെ വിശ്വസിച്ച, അല്ലെങ്കിൽ ആ ഏട്ടന്മാരെ വിശ്വസിച്ചില്ലെങ്കിൽ ആ കൊച്ചിന് ഒന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പോഴും അത് ടോപ്പ് 5 എത്തിയിട്ടുണ്ടാവുമായിരുന്നു. പക്ഷേ അവിടെ സിജോ കളിച്ചതാണെന്നേ ഞാൻ പറയുള്ളൂ. സിജോ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.